ഓം ശാന്തി. മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. ഇന്ന് നമുക്ക് മഹാശിവരാത്രിയുടെ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഉത്സവങ്ങളുടെ നാടാണ് ഭാരതം. ഉത്സവങ്ങളില്ലാത്ത ഒരു മാസം പോലും ഭാരതത്തിലില്ല. ഓണം, വിഷു, മഹാനവമി, വിദ്യാരംഭം, ദീപാവലി, ഇങ്ങനെ ഉത്സവങ്ങൾ എല്ലാ മാസവും ഭാരതത്തിൽ ഉത്സവങ്ങളുണ്ട്. ഉത്സവങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വെറും റൊട്ടീനായി പോയേനെ. ജീവിതത്തിൽ ഇടയ്ക്കിടെ ഒന്ന് നിറപ്പകിട്ട് ചാർത്താനും ഉത്സാഹോന്മേഷം പകരാനുമാണ് ഉത്സവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോ നാടും ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പം ആ നാട് എന്തിനാണോ പ്രാധാന്യം കൽപ്പിക്കുന്നത് അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്. ചില രാജ്യം കായിക ശക്തിക്ക് പ്രാധാന്യം നൽകുന്ന നാടാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവങ്ങളിൽ കായിക മത്സരങ്ങളും ഓട്ടവും കാളപ്പോര് അങ്ങനെയുള്ളതിനായിരിക്കും പ്രാധാന്യം. ഭാരതത്തിൻ്റെ സംസ്കാരം ഋഷികൾ വാർത്തെടുത്തതാണ്. ആർഷഭാരത സംസ്കാരം എന്നാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്സവങ്ങൾ ആധ്യാത്മികതയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളവയാണ്. ഇവിടുത്തെ എല്ലാ ഉത്സവങ്ങളിലും എല്ലാ നല്ല ദിവസങ്ങളിലും ആഘോഷങ്ങളിലും ഭാരതീയർ രാവിലെ നേരത്തെ ഉണരും, കുളിക്കും, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് അമ്പലത്തിൽ പോയി ക്ഷേത്ര ദർശനം ചെയ്യും, മുതിർന്നവരുടെ പാദം തൊട്ട് നമസ്കരിക്കും, അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങും. സമാനമായിട്ടുള്ളവർക്കും താഴെയുള്ളവർക്കൊക്കെ അനുഗ്രഹങ്ങൾ കൊടുക്കും, അനുമോദനങ്ങളും ആശംസകളും പരസ്പരം കൈമാറും, മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യും. ചില ഉത്സവങ്ങളിൽ ആർഭാടത്തിനാണ് അല്ലെങ്കിൽ നല്ല ആഹാരത്തിനൊക്കെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ ചില ഉത്സവങ്ങളിൽ ത്യാഗത്തിനും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും ഭക്തിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഉത്സവങ്ങളാണ്. ശിവരാത്രി അതുപോലെ ഭക്തിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഉത്സവമാണ്. ശിവരാത്രി പാലാഴി മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ആഘോഷിച്ചു വരുന്നത്. നമുക്കറിയാം, പാലുകൊണ്ടൊരു സമുദ്രമൊന്നും ഉണ്ടായിരിക്കില്ല. പാലുകൊണ്ടൊരു സമുദ്രം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ പാല് പിരിഞ്ഞു പോകും. ഒരു 10 ദിവസം കഴിഞ്ഞ് ആ പ്രദേശത്തൂടെ ആർക്കും നടക്കാൻ പറ്റില്ല, അത്ര ദുർഗന്ധമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം നൽകിക്കൊണ്ടുള്ളതാണ്. ആത്മാവിനെയും പരമാത്മാവിനും ഈ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ആധ്യാത്മികമായിട്ടുള്ള ഒരു കാര്യവും വെറും നമ്മുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കില്ല. തപസ്സിലൂടെ മാത്രമേ, ധ്യാനത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ശിവരാത്രിയെ സംബന്ധിക്കുന്ന ഈ പാലാഴി മന്ദന ഇതിഹാസവും ആധ്യാത്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടെ മെഡിറ്റേഷൻ്റെ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആഴമായിട്ടുള്ള വശം മനസ്സിലാവുള്ളൂ. ജ്ഞാനത്തെ സാഗരം എന്ന് പറയും, ജ്ഞാനസാഗരം എന്ന് പറയാറുണ്ട്. ആത്മീയ ജ്ഞാനമാണ് സത്യത്തിൽ പാലാഴി. ശിവരാത്രി ആഘോഷിക്കുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ മേടം, മെടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ മേടമാണ് ആദ്യത്തെ മാസം. മേടം തൊട്ട വർഷം തുടങ്ങാറ്. അപ്പോൾ ആ 11ാമത്തെ മാസമാണ് കുംഭം, മീനത്തിന് തൊട്ട് മുമ്പ്. അപ്പോൾ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിന് തൊട്ട് മുമ്പുള്ള മാസം. അതേപോലെ തിഥി എടുക്കുമ്പം അമാവാസിക്ക് തൊട്ട് മുമ്പുള്ള ചതുർദശി ദിവസം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇരുട്ട് ഉള്ളതും രാത്രിക്ക് ഏറ്റവും ദീർഘമേറിയ രാത്രിയും ഈ കുംഭമാസത്തിലെ ചതുർദശി ദിവസമാണ്. അപ്പോൾ അന്നാണ് ശിവരാത്രി ആഘോഷിച്ച് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഇരുട്ട് ആധ്യാത്മികമായിട്ടുള്ള അന്ധകാരത്തിൻ്റെ പ്രതീകമാണ്. സൃഷ്ടിയിൽ 4 വശങ്ങളുണ്ട്, 4 കാലഘട്ടമുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയും. ഈ കലിയുഗത്തിലാണ് അധർമ്മവും അഴിമതിയും അക്രമവും അനീതിയും ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അങ്ങേയറ്റെത്തുന്നത്. ആ സമയത്താണ് പരമാത്മ അവതരിക്കുക. ശ്രീമദ് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോഴാണ് ഈശ്വരൻ അവതരിക്കുക എന്ന്. ഈശ്വരൻ്റെ ആ മഹാവാക്യം അനുസരിച്ചിട്ട് പരമാത്മ ഈ സമയത്താണ് അവതരിക്കുന്നത്. അതുകൊണ്ട് ശിവരാത്രി ആ സമയത്ത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ആഘോഷിച്ച് വരുന്നത്. ആ കലിയുഗത്തിൻ്റെതായ തനതായിട്ടുള്ള അധർമ്മം അങ്ങ് അറ്റെത്തുമ്പം അതിനെ ഇല്ലാണ്ടാക്കാൻ വേറെ ആർക്കും സാധിക്കില്ല. ഈ സൃഷ്ടിയിൽ എത്രയോ വലിയ വലിയ മഹാന്മാരൊക്കെ വന്നിട്ടുണ്ട്. ദേവാത്മാക്കളും പുണ്യാത്മാക്കളും മഹാത്മാക്കളും മതസ്ഥാപകന്മാരും എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ അധർമ്മവും അഴിമതിയും അക്രമവും അനീതിയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും അവരവരുടെ പരമാവധി പാടുപെട്ടിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ സാധിച്ചില്ല. കൃതയുഗം, ഏറ്റവും ധർമ്മം അങ്ങ് കത്തി നിൽക്കുന്ന ആ കാലഘട്ടം, സാവകാശം ത്രേതായുഗമായി. പിന്നെ അധർമ്മത്തിലേക്ക് തിരിയുന്ന ദ്വാപരയുഗം വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അധർമ്മം അങ്ങ് ഉച്ചഘട്ടത്തിലേക്ക് പോകുന്ന കലിയുഗവും വന്നു. അതുകൊണ്ട് ഇവർക്ക് ആർക്കും സാധിക്കാത്ത കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് പരമാത്മാവിനെ പരം ആത്മാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കലിയുഗത്തിൻ്റെ അധർമ്മത്തെ ഇല്ലാണ്ടാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട്, ധർമ്മമുള്ള സത്യയുഗത്തെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ.
ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി കഴിഞ്ഞാൽ വീണ്ടും ഞായർ വരും. അതുപോലെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിയുമ്പം വീണ്ടും കൃതയുഗം ഈ സൃഷ്ടിയിൽ വരും. ആ കൃതയുഗത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈശ്വരൻ്റെ മാത്രം കർത്തവ്യമാണ്. അധർമ്മത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് പരമാത്മാവിൻ്റെ ചുമതല, ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ സമയത്താണ് പരമാത്മ ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ഇതിൻ്റെ പ്രതീകമാണ്. ഇനി സാഗരം എന്ന് പറയുമ്പം ജ്ഞാനത്തിൻ്റെ സാഗരം ആണ്. പരമാത്മ അവിടെ വരുമ്പം പരമാത്മ എന്താ ചെയ്യുക? ജ്ഞാനം തരും. അജ്ഞതയാണ് തെറ്റിന് കാരണം. അറിവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് തെറ്റുണ്ടാവില്ല. അതുകൊണ്ട് പരമാത്മ ഇവിടെ വന്നിട്ട് ജ്ഞാനം തരാണ്. ഈ സൃഷ്ടിയിൽ ഇതുവരെയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ അറിവിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും ഈശ്വരൻ്റെ അറിവ്. ഈശ്വരൻ പരമമായതുകൊണ്ട് പരമാത്മാവിൻ്റെ അറിവും പരമമാണ്. ആ പരമമായിട്ടുള്ള അറിവാണ് പാലാഴിയുടെ പ്രതീകം. ആ അറിവിനെ ആരൊക്കെയാണോ വാങ്ങുന്നത്? ഈശ്വരൻ ഈ സൃഷ്ടിയിൽ അവതരിക്കുമ്പോൾ മനുഷ്യാണം സഹസ്രേഷു എന്നാണ് പറയാം. കോടിക്കണക്കിന് ആൾക്കാരിൽ വിരളം പേർക്ക് മാത്രമേ പരമാത്മാവിനെ മനസ്സിലാക്കാനും ആ പരമാത്മാവ് തരുന്ന അറിവിനെ തിരിച്ചറിയാനും സാധിക്കുള്ളൂ. ആ അറിവ് സ്വീകരിച്ച് പരമാത്മാവ് കാണിച്ചു തരുന്ന ആ ശ്രീമതം, ശ്രേഷ്ഠമായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്നവരുടെ ഉയർച്ചയെ ആണ് പാലാഴി മന്ദനത്തിലൂടെ നമ്മുടെ ആചാര്യന്മാർ എടുത്തു പറയുന്നത്. പാലാഴി മന്ദനം എന്ന് പറയുമ്പോൾ ആ ഈശ്വരൻ തരുന്ന അറിവിനെ നമ്മൾ വിചാരസാഗര മന്ദനം ചെയ്യണം. അതിന് മനസ്സാണ് വാസുകി. ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ വ്യക്തിയും നല്ലവരാണ്. ഏത് കുട്ടിയും ജനിക്കുമ്പം മോശമായിട്ടുള്ള ആളായിട്ട് ജനിക്കാറേ ഇല്ല. എത്ര മോശമായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, വാൽമീകി തന്നെ രത്നാകർ എന്നുള്ള കൊള്ളക്കാരനായിരുന്നു. ഒരു കാറ്റ് അതിലേ പോയാൽ അതിനെ കൊള്ളയടിക്കുന്നതാണ് പറയുന്നത്. അങ്ങനത്തെ കൊള്ളക്കാരായിരുന്നു. പക്ഷേ ഭാര്യയുടെ ഒരു വാക്ക് കേട്ടപ്പം താൻ അനുദിനം ചെയ്തിടുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകയെന്നേ വരും. ആ ഒരു ചെറിയ വാക്ക് കേട്ടപ്പം രത്നാകരൻ വാൽമീകിയായിട്ട് മാറി. ഒരു വാക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള ചില കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ മാറ്റാൻ പറ്റാറുണ്ടോ? അതുകൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരാൾ മാറുമോ? പെട്ടെന്ന് ഒരാളെ മാറ്റാൻ സാധിക്കുമോ? വാൽമീകിക്ക് മാറ്റാൻ പറ്റി. ജ്ഞാനത്തിൻ്റെ ഒരു പോയിൻ്റെങ്കിലും നമ്മുടെ ആഴങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നന്മയുണ്ട്. ആ ഉള്ളിലുള്ള നന്മ ഉണരും എന്നർത്ഥം. അങ്ങനെ വാൽമീകിക്ക് മാറാൻ പറ്റുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഒരു സെക്കൻഡ് കൊണ്ട് മാറാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മുടെ ആഴങ്ങളിൽ നന്മ കിടപ്പുണ്ട്. എത്രയോ ഭീകരവാദികളും ദേശദ്രോഹികളും നെക്സലൈറ്റ്സും അങ്ങനെയുള്ള ആൾക്കാർ പോലും സെക്കൻഡിൽ മാറിയവരുണ്ട്. കാരണം എന്താ? ഓരോരുത്തരുടെയും ആഴങ്ങളിൽ നന്മയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയാണ്. നമ്മുടെ മനസ്സ് മാത്രമാണ് വാസുകിയെ പോലെ വിഷം നിറഞ്ഞത്. അതുകൊണ്ട് ഈ മനസ്സിനെയാണ് മന്ദനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. മനസ്സിന് ഒരു സമയത്ത് ഒന്നേ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനം ചിന്തിക്കുമ്പം അജ്ഞത ഉണ്ടാവില്ല. അവിടെ ദേഹബോധത്തിന് അടിമയാകുമ്പോൾ ഉണ്ടാവുന്ന കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദി ഷഡ്വൈരികളും അതിൻ്റെ മക്കളും കുട്ടികളും പേരക്കിടാങ്ങളും വെറുപ്പ്, വിദ്വേഷം, പക, ലജ്ജ, ഭയം, പ്രതികാര ഭാവന, ഇതൊക്കെയാണ് അതിൻ്റെ ഉപശാഖകൾ. ഇതിനെ എല്ലാറ്റിനും കൂടെ ആകത്തുകയായിട്ടാണ് പറയുന്നത് അജ്ഞത, ദേഹബോധം, അല്ലെങ്കിൽ വിസ്മൃതി, അല്ലെങ്കിൽ മായ എന്നൊക്കെ പറയുന്നതാണ്. ആ മായയെ മാറ്റാൻ സാധിക്കും. മായയുടെ ആ മറ മാറിക്കഴിയുമ്പോൾ അകത്തുള്ള നന്മകൾ ഈശ്വരന് സമാനമായിട്ടുള്ളൊരു ശക്തി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഉണരും. അതിന് ഈ പരമാത്മ തരുന്ന ജ്ഞാനം മന്ദനം ചെയ്യണം. ബാക്കി എല്ലാവരുടെ ജ്ഞാനത്തിനും മനുഷ്യരുടെ അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പറയില്ല, നമ്മൾ ജീവിതം മുഴുവൻ പഠിച്ചാലും സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം എടുത്ത് എത്ര എടുക്കാൻ പറ്റും അത്രയേ ഉള്ളൂ. ബാക്കി വീണ്ടും കടൽ അത്രയും ബാക്കി കിടപ്പുണ്ട് എന്ന് പറയില്ലേ. പരമാത്മാൻ്റെ അറിവ് സാഗര സമാനമാണ്. നമ്മൾ മനുഷ്യർ ഏത് ശ്രേഷ്ഠാത്മാവായിക്കോട്ടെ, പുണ്യാത്മാവായിക്കോട്ടെ, മഹാത്മാവായിക്കോട്ടെ, അവരുടെയൊക്കെ അറിവിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ അറിവ് തരുമ്പോൾ പറയാറുണ്ട് അജ്ഞാനിന മയാ ദോഷാൻ അശേഷാൻ വിശേഷാൻ ഹരെ. അജ്ഞാനം കൊണ്ടോ എൻ്റെ ദോഷം കൊണ്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറയും. എല്ലാവരും എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ക്ഷമാപണ ശ്ലോകം പറയാറുണ്ട്. എന്നുവെച്ചാൽ ഇവർക്കൊക്കെ അറിയാം അവർ പറയണതിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാം. പക്ഷേ പരമാത്മ തരുന്ന അറിവ് പൂർണ്ണമായിട്ടുള്ള അറിവാണ്. അർദ്ധജ്ഞാന അപകടം എന്ന് പറയും. അതുകൊണ്ടാണ് ഈ കൃതയുഗം തൊട്ടിട്ട് ലോകം അതുപതിച്ച് കലിയുഗമായിട്ട് മാറിയത്. പക്ഷേ പരമാത്മാവിൻ്റെ അടുത്തുള്ള അറിവ് പൂർണ്ണമായിട്ടുള്ള അറിവാണ്. ആ പൂർണ്ണമായിട്ടുള്ള അറിവിനെ നമ്മൾ ഉദ്ധരിക്കാൻ സാധിക്കുള്ളൂ. പകുതി അറിവാണ് നമ്മൾ തർക്കിച്ചും വാദിച്ചും കൊണ്ടിരിക്കും. ഇങ്ങനെയായി അങ്ങനെ ആവില്ല, അങ്ങനെ എങ്ങനെ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒഴിവുകഴിവുകൾ പറയും, നമ്മൾ നന്നാവില്ല. ഈശ്വരൻ്റെ അറിവിൽ തർക്കിക്കാനും വാദിക്കാനുള്ള ഒരു ഓപ്ഷനില്ല. അത് പൂർണ്ണമാണ്. അപ്പോഴേ നമ്മുടെ മനസ്സ് അവിടെ സമർപ്പണമാവുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ പുരോഗമനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈശ്വരൻ്റെ അറിവിനാണ് പാലാഴിയോട് ഉപമിച്ചിരിക്കുന്നത്. വാസുകിയാകുന്ന മനസ്സുകൊണ്ട് ആ അറിവിനെ നമ്മൾ മന്ദനം ചെയ്യണം. അതിന് ബുദ്ധിയാകുന്ന പർവ്വതവും മന്ദരപർവ്വതവും വേണം. ബുദ്ധി എപ്പോഴും ഉറപ്പുള്ളതാണ്, അചഞ്ചലമാണ്. പർവ്വതത്തെ അചലം എന്നല്ലേ പറയാം, ഇളകാത്തതാണ്, ദൃഢമാണ് ബുദ്ധി. അതുകൊണ്ട് ദൃഢമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ബുദ്ധിയും ചഞ്ചലത നിറഞ്ഞ വിഷം നിറഞ്ഞ വാസുകിയെ പോലത്തെ ആ മനസ്സിനെയും ഉപയോഗിച്ചിട്ട് പരമാത്മ ജ്ഞാനം
നമ്മൾ വിചാരസാഗര മന്ഥനം ചെയ്യുമ്പം നമ്മുടെ അകത്തുനിന്ന് ആദ്യം ആലഹാല വിഷം വരും. മനസ്സിൻ്റെ ഉള്ളത്തെ എല്ലാ വിഷവും പുറത്തേക്ക് വരും. ആ ആലഹാല വിഷത്തിനെ പരമാത്മാവിന് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. ഈശ്വരനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഈശ്വരനെ എന്നെ പ്രതിയുള്ള പ്രതീക്ഷയായത്, ഈശ്വരൻ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനത്തെ ദുർഗുണമാണെങ്കിലും കളയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒഴുകൊഴു പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഞാൻ എത്ര ഭേദം, ഞാൻ ഇത്രയല്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടവിറക്കും. മനസ്സിന് 18 അടവ് ഇറക്കാൻ അറിയാം. നമ്മൾ ഗുണം പിടിക്കില്ല, നന്നാവില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ആ വിഷം ഛർദ്ദിക്കുന്നത് പരമാത്മാവിൻ്റെ അറിവിനെ വിചാരസാഗര മന്ഥനം ചെയ്യുമ്പോഴാണ്. അങ്ങനെ ആ വിഷത്തിനെ ഈശ്വരൻ പരമശിവന് മാത്രമേ അതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും മന്ഥനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സാധകൻ ഈശ്വരൻ്റെ ജ്ഞാനത്തെ മന്ഥനം ചെയ്യും, ആ പരമാത്മാ സ്നേഹത്തിൽ ലയിക്കുകയും ചെയ്യുമ്പം നമ്മുടെ ഉള്ളിലെ മൂദേവി മുഷേട്ട അത് പുറത്തേക്ക് വരും. അങ്ങനെ എല്ലാ ദുർഗുണങ്ങളും ഇല്ലാണ്ടാകുമ്പം പിന്നെ നമുക്ക് നല്ലത് മാത്രം കേൾക്കാനേ താല്പര്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിലും തിന്മകളോടാണ് പരദൂഷണം കേൾക്കാൻ ഇഷ്ടം. കുത്തുവാക്കുകൾ ആരെങ്കിലും പറയുക, നമ്മൾ പറയുക, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അത് നമ്മൾ ദുഃഖിക്കുക, അത് കേട്ട് ദുഃഖിക്കുക, നമ്മൾ ആരെങ്കിലും ദുഃഖിപ്പിക്കുക, അശ്ലീലമായിട്ടുള്ള തമാശകളും കളിയും ചിരിയും ഇതൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിൽ ദുർഗുണങ്ങളുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലത്തെ ആ മുഷേട്ടം മുഴുവനും പോകുമ്പം, മനസ്സിൽ ആലഹാല വിഷം മുഴുവനും പോകുമ്പം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ നമുക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതാണ് ഉച്ചൈസ്രവസ് വന്നു എന്ന് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളെയും കുതിരയുടെ ഉപമിക്കാറുണ്ട്. ശരീരം 5 കുതിരകളെ പൂട്ടിയ ഒരു രഥം പോലെയാണ് എന്ന് ഉപനിഷത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചൈസ്രവസ് എന്നുള്ള ആ കുതിരയും ചെവിയുടെ പ്രതീകമാണ്. പിന്നെ നമുക്ക് ചീത്ത കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, നമ്മളോട് ആരും ചീത്ത കാര്യങ്ങൾ പറയാനും വരില്ല നമ്മുടെ ഉള്ളിൽ ശുദ്ധമായി കഴിയുമ്പം. അങ്ങനെ ഉച്ചൈസ്രവസ് വന്നു. വീണ്ടും മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചന്ദ്രൻ വന്നു എന്ന് പറയും. നമ്മുടെ മനസ്സിൽ നല്ലത് മാത്രമേ ഉള്ളൂ, നമ്മൾ നല്ലത് മാത്രമേ കേൾക്കുന്നുള്ളൂ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നല്ലത് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ, നല്ലത് മാത്രമേ പുറത്തേക്കും വിടുന്നുള്ളൂ എന്നാകുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശീതളമാകും, ശാന്തമാകും. ചന്ദ്രൻ ആ ശാന്തിയുടെ പ്രതീകമാണ്. പിന്നെയും തുടർന്ന് നമ്മൾ ഈശ്വരൻ്റെ ജ്ഞാനം കേൾക്കുകയും അത് മനനം ചെയ്യുകയും പരമാത്മ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്യുമ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അടുത്ത സ്റ്റെപ്പാണ് ധന്വന്തരി വന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. പറയാറുണ്ട്, ആദിയാണ് വ്യാധിക്ക് കാരണം, രാഗമാണ് രോഗത്തിന് കാരണം എന്നോ ആയുർവേദം പറഞ്ഞിട്ടുണ്ട്. വർത്തമാന സമയത്ത് മെഡിക്കൽ സയൻസും പറയുന്നുണ്ട് ടെൻഷനാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. 85% രോഗങ്ങളും ടെൻഷനാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ മനസ്സ് ശീതളമാകുമ്പം, ശാന്തമാകുമ്പം, ടെൻഷനിലാണ്ടാകുമ്പം രോഗം ഉണ്ടാവില്ല, നമുക്ക് ആരോഗ്യം കിട്ടും. യോഗ ചെയ്യുന്തോറും വലിയ വലിയ ഋഷികളൊക്കെ എത്രയോ വർഷം ജീവിച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്, ആരോഗ്യത്തോടെ ദീർഘായുഷ്മാനായിട്ട് ജീവിച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്തോറും, പരമാത്മ ജ്ഞാനം മന്ഥനം ചെയ്യുന്തോറും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും. അതിൻ്റെ അടയാളമായിട്ടാണ്, അതിൻ്റെ പ്രതീകമാണ് ധന്വന്തരി. പിന്നെ വീണ്ടും നമ്മൾ തുടർന്ന് പരമാത്മ ജ്ഞാനം മന്ഥനം ചെയ്യും, ആ ഈശ്വരൻ്റെ വഴി കൂടെ മുന്നോട്ട് പോകുകയും നമ്മൾ ആ ഈശ്വര സ്നേഹത്തിൽ ലയിക്കുകയും ചെയ്യുമ്പം, ഈ പാതയിൽ തുടരുമ്പോൾ അടുത്തത് വരുന്നത്, മന്ത്രം ചെയ്യുമ്പം അടുത്തത് വരുന്നതാണ് മഹാലക്ഷ്മി. അപ്പം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും. ഈശ്വരൻ എന്ന വാക്കിൽ നിന്നാണ് ഐശ്വര്യം എന്ന വാക്കുണ്ടായിട്ടുള്ളത് തന്നെ. ഐശ്വര്യങ്ങളുണ്ടെന്ന് പറയും. ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ദാസിയാകും. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, പറയാറുണ്ട് വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ വെൻ ക്യാരക്ടർ ഈസ് ഗെയിൻഡ് എവറിത്തിങ് ഈസ് ഗെയിൻഡ്. നമ്മുടെ ഉള്ളിൽ ശുദ്ധമാകുമ്പം ഉള്ളിൽ എല്ലാ നന്മകളുണ്ട്, ആ നന്മകൾ താനേ ഉണരും. എല്ലാ നന്മകളും ഉണരുമ്പം താനേ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരും. നമ്മുടെ മനസ്സിനെ പരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുമ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഗമിക്കും. അതാണ് മഹാലക്ഷ്മി വന്നു എന്ന് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഐശ്വര്യങ്ങളുണ്ടാകും. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള പാതയിലൂടെ അടിയുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ പരീക്ഷകളൊക്കെ വരും. നമ്മൾ പണ്ട് പോയി എന്നുള്ള ദുർഗുണങ്ങളൊക്കെ ചിലപ്പം തിരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരിക. രാജഋഷിയായിട്ടുള്ളൊരു വ്യക്തി ആ മായയുടെ അടവുകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ ജയിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം മഹാരഥി ആന വരും. ഐരാവത് എന്നുള്ള ആന വന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നമുക്കും നല്ല മനോബലം കിട്ടും. മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ ശരീരത്തിന് ശക്തി ഉണ്ടാവും. ഗാന്ധിജി ഇത്ര വലിയ ബ്രിട്ടൻ ദ ഗ്രേറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു വാളെടുക്കാണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്? ആന്തരിക ശക്തി, മനസ്സിൻ്റെ ശക്തി. വെറും പെൻസിൽ പോലെ മെലിഞ്ഞ കൃഷ്ണഗാത്രനായിട്ടുള്ള വ്യക്തിക്ക് മനോബലം കൊണ്ടല്ലേ ഭാരതത്തിനെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ സാധിച്ചത്, സ്വാതന്ത്ര്യം നേടിത്തരാൻ സാധിച്ചത്. നമ്മുടെ ദേവിമാരുടെയൊക്കെ ചിത്രം നോക്കിയേ, പർവ്വതം പോലത്തെ രാക്ഷസന്മാർക്ക് 2 വിരലുകൊണ്ട് തൂക്കി എടുത്ത് എറിയാനില്ല. പക്ഷേ വിജയിച്ചതാരാ?
ഈ ദേവിമാരെ വിജയിച്ചത്. അപ്പോൾ ഏത് ശക്തിയാണ് യുടെ ആധാരത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ആന്തരിക ശക്തിയുടെ ആധാരത്തിലാണ്. അതാണ് തപോബലം അല്ലെങ്കിൽ യോഗബലം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്തോറും നമുക്ക് കിട്ടുന്ന ആ യോഗബലമാണ് ഐരാവതമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. വീണ്ടും മന്ത്രം ചെയ്തുകൊണ്ടിരുന്നപ്പം പിന്നെ അമൃത് വന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അമൃത് കുടിക്കുന്നവർക്ക് അമരന്മാരാകാൻ സാധിക്കും എന്ന് പറയും. ഇത് തീർച്ചയായിട്ടും പായസം പോലോ തേന് പോലോ എന്തെങ്കിലും ഒന്നല്ല. ശരീരത്തിന് വേണ്ട എന്തെങ്കിലും കഴിക്കാനുള്ള കുടിക്കാനുള്ള സാധനമല്ല അമൃത്. ഇത് ആത്മാവിനുള്ളതാണ്. സത്യത്തിൽ അമൃത് എന്താണ്? ഒന്ന് ജ്ഞാനത്തെ അമൃതത്തിനോട് ഉപമിക്കാറുണ്ട്, ജ്ഞാനാമൃതം. അടുത്ത് പരമാത്മ ഗുണങ്ങളെ അമൃതത്തിനോട് ഉപമിക്കാറുണ്ട്. ജ്ഞാനത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്താ? ബാക്കിയെല്ലാം വെറും ഇൻഫർമേഷൻസ് മാത്രമാണെന്ന് പറയും. ഈശ്വരനെക്കുറിച്ചുള്ള അറിവും ഈശ്വരൻ്റെ ഗുണങ്ങളുമാണ് ജ്ഞാനം. ആ പരമാത്മ ജ്ഞാനം അല്ലെങ്കിൽ പരമാത്മൻ്റെ ഗുണങ്ങളിൽ നമ്മൾ ലയിക്കുമ്പം ഇങ്ങനൊരു അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ടല്ലോ. കുഞ്ഞിൻ്റെ വിശേഷതകൾ, കുഞ്ഞിൻ്റെ ഗുണങ്ങൾ, കുഞ്ഞിൻ്റെ നന്മകൾ അമ്മയ്ക്ക് താനേ ഓർമ്മ വരില്ലേ? അതുപോലെ ഈശ്വരനോട് നമുക്ക് ആ സ്നേഹം ഉണ്ടാകുമ്പം താനേ നമ്മുടെ മനസ്സിലേക്ക് പരമാത്മാവിൻ്റെ ഓർമ്മ വരും. ആ പരമാത്മാവിൻ്റെ ഗുണങ്ങളിലും ശക്തികളും മഹത്വവും ഓർമ്മിക്കുന്നതിനാണ് അമൃത് എന്ന് പറയുന്നത്. അങ്ങനെ അമൃത് കുടിക്കുമ്പം നമ്മൾക്കും അമരന്മാരിൽ ഒരാളായിട്ട് മാറാൻ സാധിക്കും. മരിച്ചതിന് ശേഷം ദേവലോകത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനമാകുന്ന സാഗരം മന്ത്രം ചെയ്യുമ്പം ഒരു സാധകന് അമരത്വത്തിലേക്ക് എത്താൻ സാധിക്കും. നരന് നാരായണനായിട്ട് മാറാൻ സാധിക്കും, നാരിക്ക് മഹാലക്ഷ്മിയായിട്ട് മാറാൻ സാധിക്കും എന്ന് ആചാര്യന്മാർ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സാധിക്കും. അമൃതസ്യ പുത്രാഹ എന്നാണ് ഋഷികൾ നമ്മളെ സംബോധന ചെയ്തിരിക്കുന്നത്. ആ അമരത്വത്തിലേക്ക് അമൃതത്വത്തിലേക്ക് ഉയരാൻ പരമാത്മ ജ്ഞാനത്തിന് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് മഹാശിവരാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരമാത്മ സൃഷ്ടിയുടെ അവസാനത്തെ ആ സമയത്ത് കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് അവതരിച്ച് സമ്പൂർണ്ണ ജ്ഞാനം മാനവന് നൽകി മാനവൻ്റെ ദുർഗുണങ്ങളിൽ നിന്നൊക്കെ മാനവനെ രക്ഷിച്ച് സദ്ഗുണങ്ങൾ നിറഞ്ഞ എല്ലാ ഗുണങ്ങളുള്ളവരാണ് ദേവന്മാർ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ദേവന്മാരെ പൂജിക്കുന്നത്? എന്തെങ്കിലും കുറ്റമുള്ളവരെ പൂജിക്കുകയില്ല. ഒരു കുറ്റമില്ലാത്തവരാണ് അവർ. അങ്ങനെ സർവ്വഗുണ സമ്പന്നമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു ഡോക്ടർ തൻ്റെ വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കില്ലേ? ഒരു അഡ്വക്കേറ്റ് തൻ്റെ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് ആക്കില്ലേ? അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ഗോഡ് ഈശ്വരൻ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ട് തൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ട് സ്മോൾ ലെറ്റർ ഗോഡ്സസ് ദേവന്മാരാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് പരമാത്മ ശിവനെ ദേവദേവൻ മഹാദേവൻ എന്ന് പറയുന്നത്. ആ ദേവന്മാർക്കും ആ ദേവത്വം കൊടുത്തത് പരമാത്മ ശിവനാണ്. ആ അവസ്ഥയിലേക്ക് പരമാത്മ ശിവൻ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മയാണ് ശിവരാത്രി ആഘോഷം. ശിവരാത്രിക്ക് നമ്മൾ ഓർക്കിളയ്ക്കാറുണ്ട്. സത്യത്തിൽ ദേഹം എന്നുള്ളത് വിസ്മൃതിയാണ്. ഇങ്ങനെ ഉറക്കത്തിൽ നമുക്ക് സ്വബോധം പോലും ഉണ്ടാവില്ല, സ്ഥലകാല ബോധം ഉണ്ടാവില്ല. അതേപോലെ എല്ലാവരും ഇന്ന് കലിയുഗത്തിൽ എല്ലാവരും ദേഹബോധത്തിലാണ്, ഉറക്കത്തിലാണ്. ഞാൻ ആരാണ്? സത്യത്തിൽ നമ്മൾ ഈ ദേഹമല്ല. ഞാൻ മലയാളിയാണ്, തമിഴനാണ്, നായരാണ്, നമ്പൂതിരിയാണ്, ചെറുതാ വലുതാ, പണ്ഡിതനാ പാമരനാ, ഓഫീസറാ പ്യൂണാ, ഇതൊക്കെ വിസ്മൃതിയാണ്. ഇതൊന്നുമല്ല ഞാൻ ചൈതന്യമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള ആത്മാവാണ്, ആ പരമാത്മാവിൻ്റെ സന്താനമാണ് എന്ന സ്മൃതിയാണ് ആത്മബോധം. ആത്മബോധം വളർത്തുന്നതിനെയാണ് ഉറക്കിളയ്ക്കുക എന്നത്. അപ്പം ആ സ്വബോധത്തിലേക്ക് നമ്മൾ വരണം. ദേഹബോധം എന്നുള്ള വിസ്മൃതിയിൽ നിന്ന് സ്വസ്മൃതിയിലേക്ക് ഉണരണം. അതേപോലെ ഉറക്കിളയ്ക്കുക വെച്ചാൽ ഇത് കലിയുഗമാണെന്ന് മനസ്സിലാക്കണം. ഇനി കരിയുടെ ഗുഡോണിൽ കൂടെ എത്ര ശ്രദ്ധിച്ചു പോയാലും വസ്ത്രത്തിൽ കരി വരും. അപ്പോൾ പിന്നെ കെയർലെസ് ആയിട്ട് പോയാലും. അതുകൊണ്ട് ഇത് കലിയുഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പാപം വരാതിരിക്കാനായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. അധർമ്മം ചെയ്യുന്ന ആൾ നമ്മൾ ധർമ്മത്തിൽ കൂടെ നടക്കുമ്പം നമ്മളോട് അധർമ്മം കാണിക്കുമ്പോൾ നമ്മൾ അവരോട് അധർമ്മം കാണിച്ചാൽ അപ്പോൾ നമ്മൾ അധർമ്മത്തിൽ പെട്ടുപോകും. അധർമ്മം ചെയ്യുന്ന ആളുടെ കൂടെ കൂടും നമ്മളും. ആ ലിസ്റ്റിൽ നമ്മളും പെട്ടുപോകും. അധർമ്മം ചെയ്യുന്ന ആളല്ലെങ്കിലും ധർമ്മത്തിൽ പോണവരെ വെറുതെ വിടില്ല. അവർ നമ്മളോട് അധർമ്മം കാണിച്ചപ്പോലും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വേണം അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ. അതാണ് ആധ്യാത്മിക സാധന എന്ന് പറയുന്നത്. അതാണ് തപസ്, അതാണ് ആധ്യാത്മിക ജ്ഞാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇവിടെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഉറക്കിളയ്ക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ നമ്മളോട് വെറുതെ രാത്രി മുഴുവൻ ഉറക്കിളയ്ക്കാനാണ് ആവശ്യപ്പെടുക. ഈശ്വരൻ ആവശ്യപ്പെടുന്ന ആ ഉറക്കിളയ്ക്കൽ ആധ്യാത്മിക അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഒരു രാത്രിയല്ല ഉറക്കിളയ്ക്കേണ്ടത്, ജീവിതം മുഴുവൻ ഉറക്കിളയ്ക്കണം. ജീവിതം മുഴുവനും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധാവാൻ ലഭതേ എന്ന ഗീത പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ പറയണത്, എന്താ ചിന്തിക്കുന്നത് പറയുന്നത്, പ്ലീസ് മൈൻഡ് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. ബിക്കോസ് വി നെവർ മൈൻഡ് അവർ മൈൻഡ്. ചിന്തിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ചിന്തിക്കണം എൻ്റെ ചിന്ത ശരിയാണോ എന്ന്. പിന്നെ വാക്കിൻ്റെയും കർമ്മത്തിനെയും കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അറ്റൻഷനോട് കൂടിയുള്ള ജീവിതത്തെയാണ് സ്ഥലകാല ബോധം. ഇത് കലിയുഗമാണെന്ന് മനസ്സിലാക്കണം. ഇത് പരദേശ. നമ്മളിവിടെ പുണ്യകർമ്മം സമ്പാദിക്കാനാണ് വന്നത്. വരുമ്പോൾ നമ്മളൊക്കെ വെറും കൈയോടെ വന്നത്. ഇത് ജസ്റ്റ് നാടക സദസ്സാണ്, നമ്മുടെ വീടല്ല. നമുക്ക് ഈ വേഷം മാറിയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങണം. അപ്പോൾ അവിടേക്ക് പോകുമ്പം ഒത്തിരി പുണ്യമായിട്ട് പോകണം എന്ന ബോധം വേണം. അങ്ങനെ സ്ഥലകാല ബോധവും സ്വബോധവും ഉള്ളവരായിട്ട് ഇവിടെ ജീവിക്കുന്നതിനെയാണ്
ജസ്റ്റ് ഇതൊക്കെ സമ്പാദിക്കുക, ഇതിനല്ല നമ്മളോട് വന്നത്. മാനവ ജന്മത്തിനൊരു അർത്ഥമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഇന്നത് പറയണം, ഇന്നത് ചെയ്യണം. മരിക്കുന്നതിന് മുമ്പായിട്ട് ആത്മാവിന് പരമാത്മാവിന് സമാനമായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് ഉയരണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരത്തക്ക രീതിയിലുള്ള ജീവിത രീതിയാണ് ഓർക്കളയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആറാമത്തെ അറിവുണ്ട്, വിവേചന ശക്തിയുണ്ട്. മറ്റ് ജീവജാലങ്ങൾക്കതില്ല. അതുകൊണ്ട് ആറാമത്തെ അറിവ് വിവേചന ശക്തി തുറന്ന് എൻ്റെ ജന്മോദ്ദേശം എന്താണ്. ഓരോ കുട്ടികളെക്കുറിച്ചും അച്ഛനമ്മയ്ക്കും ചില പ്ലാനില്ലേ, ഉദ്ദേശമില്ലേ, ചില ഐഡിയാസ് ഇല്ലേ. അതുപോലെ എന്നെ ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി അയച്ചത്, എന്തോ ഒരു പ്രതീക്ഷയോടു കൂടി അയച്ചത്. ആ രീതിയിലൊരു ജീവിതത്തെയാണ് ഉറക്കളയ്ക്കുക എന്നത് ഉദ്ദേശിക്കുന്നത്. വ്രതം എന്ന് പറഞ്ഞാൽ ആ വ്രത ദിവസം നമ്മൾ ചിലപ്പോൾ അരിയാഹാരം കഴിക്കില്ല, ചിലർ വ്രത ദിവസം മധുരം കഴിക്കാറില്ല, ചിലർ വ്രത ദിവസം, ചില നാടുകൾ അങ്ങനെയാണ്, ഗുജറാത്തിലൊക്കെ അങ്ങനെയാണ്, വ്രത ദിവസം പുളി കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോ മാതിരി വ്രതം എടുക്കാറ്. അതിനർത്ഥം എന്താ, ഇന്നലത്തെ ആഹാരം ഇന്ന് പൊളിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്നലത്തെ സംഭവം നമ്മൾ ഇന്ന് മറക്കുക. ചിലർ പറയണേ, നോക്കി 15 കൊല്ലം നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ മറന്നിട്ടില്ല, ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് ഓർമ്മയുണ്ടെന്ന് പറയും. എന്ത് മണ്ടത്തരയെ കാണിക്കുന്നത്. ഈ പറഞ്ഞാളതെല്ലാം മറന്നിട്ട് അവർ സുഖമായിട്ട് നടക്കുന്നു. അതൊന്നും പറയാതെ ഒരു തെറ്റും ചെയ്യാണ്ട് ഈ പറഞ്ഞതും കാണിച്ചതൊക്കെ ചുമന്നുകൊണ്ട് 15 കൊല്ലം ചുമന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ട് പിറുപിറുത്ത് പ്രാഗി നമ്മളിങ്ങനെ അത് പതിക്കുന്നു മാനസികമായിട്ട്. വല്ല ആവശ്യമുണ്ടോ? അത് അപ്പം തന്നെ കളയുക. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കരുത്. പോട്ടെ, സാരില്ല. പ്രസൻറ്റിൽ ജീവിക്കാം. പ്രസൻറ്റ് എന്നുള്ള വാക്കിന് വേറെ അർത്ഥമുണ്ട്, ഗിഫ്റ്റ്, സമ്മാനം. ഇന്ന് എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് പ്രസൻറ്റ്. അതുകൊണ്ട് അതിനെ ഒരു പ്രസൻറ്റായിട്ട് എടുത്തിട്ട് വർത്തമാന സമയത്ത് കാലത്ത് ജീവിക്കുക. കഴിഞ്ഞു പോയതിന് വേണ്ടാത്ത കാര്യങ്ങൾ അത് ഇതൊക്കെ മറക്കുക, വിടുക. ഭാവിയെക്കുറിച്ച് അമിതമായിട്ടുള്ള ആകാംക്ഷ വേണ്ട. ഈശ്വരനുണ്ട്, ഒരു സർവ്വശക്തിമാനുണ്ട്. ഈശ്വരൻ്റെ നാടകമാണ് ഈ ലോകം, ഈശ്വരൻ്റെ രചനയാണ്. ഭഗവാൻ മംഗളകാരിയായതുകൊണ്ട് ഈ സൃഷ്ടിയിൽ എന്ത് സംഭവിച്ചാലും അതിൽ മംഗളമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിക്കാം. അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കാം. അതാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും കാണുമ്പോൾ നമ്മുടെ മുഖം അങ്ങനെ ആവരുത്, അവർ ആര് തന്നെ ആയിക്കോട്ടെ, ഈശ്വരൻ്റെ സന്താനമാണ്, എൻ്റെ സഹോദരാത്മാവാണ് എന്ന പ്രസന്ന ഭാവത്തോടെ കാണാം. നമ്മളെ കാണുമ്പോൾ ആരുടെ മുഖം അങ്ങനെ ആവാതിരിക്കത്തക്ക അളവിന് നോക്കിയും കണ്ടും ചിന്തിച്ചും ശ്രദ്ധിച്ചും പ്രവർത്തിക്കാം. എത്ര അശാന്തമായിട്ടുള്ള കാര്യമാണെങ്കിലും ശാന്തമായിട്ട് കേൾക്കും, ശാന്തമായിട്ട് പറയും, ശാന്തിയോട് എൻ്റെ പെരുമാറ്റത്തിൽ ശാന്തി നൽകത്തക്ക രീതിയിൽ പെരുമാറും. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഗുണങ്ങൾ, ഓരോ ശക്തികൾ, എന്തെങ്കിലും ജ്ഞാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റ്, എങ്ങനെ ഞാൻ ആത്മാവെന്നുള്ള ഒരു പോയിൻറ്റ്. ആ ഓർമ്മയുടെ തന്നെ ആത്മാമരനാണ്, മരണമില്ല. ആത്മാവെന്നുള്ള ബോധം മരണഭയത്തെ ഇല്ലാണ്ടാക്കും. ആരും മരിച്ചാലും അവരും ആത്മാവാണ്, ആത്മ എവിടെയോ ഉണ്ട്, പോയിട്ടില്ല എന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്ക് മരണ ദുഃഖവും ഇല്ലാണ്ടാവും. ജ്ഞാനത്തിൻ്റെ ഒരു പോയിൻറ്റിന് പോലും നമുക്ക് എത്ര വലിയ ദാനം തരാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിൻ്റ് പ്രാക്ടീസ് ചെയ്യുക, എന്ന് വ്രതം എടുക്കുക. അതാണ് സത്യമായിട്ടുള്ള വ്രതം. അടുത്തത് ഉപവാസം. ഉപമിച്ച അരികത്ത് എന്നർത്ഥമുണ്ട്. ഉപപ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയില്ലേ, അരികത്ത്. മരിച്ചതിന് ശേഷം ഭഗവാന്റെ അടുത്ത് പോകത്തക്ക അളവിന് നോക്കിയും കണ്ടും ചിന്തിച്ചും ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചൊക്കെ ഇവിടെ കർമ്മം ചെയ്യാം. അതാണ് സത്യമായിട്ടുള്ള ഉപവാസം. ഇങ്ങനെ തികച്ചും ആധ്യാത്മികമായിട്ടുള്ള അർത്ഥത്തിലും രീതിയിലും നമുക്ക് ഇനി ശിവരാത്രി ആഘോഷിക്കാം. അതുകൊണ്ട് ഒരു ദിവസമല്ല ശിവരാത്രി, നമ്മുടെ ജീവിതം തന്നെ ശിവരാത്രിയാണ്. അങ്ങനെ ശിവരാത്രി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകും. വേറെ ആർക്കും നമ്മുടെ പാപം ഭസ്മാക്കാൻ ശക്തിയില്ല. ഒരിക്കലും പാപം ചെയ്യാത്ത ഭഗവാന് മാത്രമേ നമ്മുടെ പാപങ്ങളെ ഭസ്മാക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ദേവന്മാരും തന്നെ അവർക്കും ജലനിര ബാധിച്ചു എന്ന് കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും പരിവർത്തനമില്ലാത്ത നിത്യം സത്യം എന്ന് പറയുന്ന ആ പരമാത്മാവാണ്. അതുകൊണ്ട് ആ പരമാത്മാവിൻ്റെ അടുത്ത് പാപമേ ഇല്ല. അതുകൊണ്ട് ഈശ്വരൻ ഓർമ്മിച്ചാൽ മാത്രമേ പാപം ഭസ്മാവുള്ളൂ. വേറെ ആരും ഓർമ്മിച്ചാലും പാപങ്ങൾ ഭസ്മാവില്ല. അതുകൊണ്ട് ആ പരമാത്മാവിനെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി ഓർമ്മിച്ച് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളെ ഭസ്മമാക്കി നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉന്നതമാക്കാനായിട്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തികച്ചും സൗജന്യമാണ് ബ്രഹ്മകുമാരീസിലെ സേവനങ്ങൾ. രാവിലെ 7 തൊട്ട് വൈകിട്ട് 7 വരയ്ക്കും ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തന സമയത്തിൽ നിങ്ങളുടെ സൗകര്യമുള്ള 1 മണിക്കൂർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജാതി, മത, ദേശ, ഭാഷ, പ്രായഭേദമന്യേ ആർക്കും വന്നിട്ട് സൗജന്യമായിട്ട് ബ്രഹ്മകുമാരീസ് നൽകുന്ന രാജയോഗത്തിൻ്റെ വിദ്യ പഠിക്കാം. 1 മണിക്കൂർ വീതം 7 ക്ലാസ്സുകളിൽ കൂടെ രാജയോഗം എന്താണ്, എങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, ആ പരമ്പൊരുൾ ആരാണ്, ആ പരമാത്മനെ അറിയേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താ ഓർമ്മിക്കേണ്ടത്, മെഡിറ്റേഷനിൽ മനസ്സ് ഏകാഗ്രമാകാൻ നമ്മൾ എന്ത് ചെയ്യണം, മെഡിറ്റേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോരുത്തരെയും ഈ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ഇത് കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഓം ശാന്തി.
നന്ദി.